ഹായ് ഫ്രണ്ട്സ്, ക്ലിക്ക് ടു ഈ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യെല്ലോ പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിനായി അപ്ലൈ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ പ്രായം തെളിയിക്കുന്ന രേഖ, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവയാണ്. കേരളത്തിൽ സ്ഥിരതാമസമായിട്ടുള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് അർഹരായിട്ടുള്ളവർ. പിന്നെ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എന്നിവ സ്വീകരിക്കുന്നവർ ഈ പെൻഷന് അപ്ലൈ ചെയ്യാനായിട്ട് അർഹരല്ല. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് ഈ പെൻഷന് അപ്ലൈ ചെയ്യാനായിട്ടൊരു തടസ്സമായി പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ K-Smart എന്ന സൈറ്റിലാണ് സന്ദർശിക്കേണ്ടത്. അവിടെ സൈറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന്. മുകളിൽ രജിസ്റ്ററിൽ സിറ്റിസൺ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അവിടെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്ത് KYC സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നേരെ ലോഗിൻ ചെയ്ത് പോകാവുന്നതാണ്. ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ദെൻ നമ്മൾ ആധാർ നമ്പർ കൊടുത്ത് ആധാർ വെരിഫിക്കേഷൻ ചെയ്യുകയാണ്. ആധാറിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആധാർ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നെയിം കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ദെൻ വെരിഫൈ കൊടുത്ത് മുന്നോട്ട് പോവുക. ന്യൂ ആപ്ലിക്കേഷനിൽ പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ചീഫ് മിനിസ്റ്റേഴ്സ് സ്ത്രീ സുരക്ഷാ സ്കീം. അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള വിൻഡോ വരും. അവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി, വാർഡ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. ആധാർ വെരിഫിക്കേഷനായിട്ട് ആധാർ നമ്പറും കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാറിലുള്ള നെയിമും കറക്റ്റായിട്ട് കൊടുക്കുക. ദെൻ വാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ അവിടെ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഫെച്ചായി വരുന്നതാണ്. ദെൻ താഴേക്ക് പോയതിന് ശേഷം ആപ്ലിക്കൻ്റ് നെയിം ആൻഡ് ഡീറ്റെയിൽസിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും, എന്നാലും നമ്മൾ കറക്റ്റ് ആണോ എന്ന് നോക്കി ചെക്ക് ചെയ്ത് മാറ്റി കൊടുക്കുക. കെയർ ഓഫിൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ നെയിമോ ഫാദറിൻ്റെ നെയിമോ കൊടുക്കാവുന്നതാണ്. ആരുടെ നെയിമാണെന്ന് വെച്ചാൽ അത് കറക്റ്റായി മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അഡ്രസ്സ് കൊടുക്കുക. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസിൽ പോയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പിൻകോഡ് കൊടുക്കുന്നു. ദെൻ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കൻറ്റിൻ്റെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഹൗസ് നമ്പർ നമ്മുടെ റേഷൻ കാർഡിലുണ്ടാകും, അത് നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ശേഷം പ്രൊസീജിയർ കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ നമ്മുടെ ജോബ് ഡീറ്റെയിൽസ് ആണ്. ജോബ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. സ്റ്റുഡൻ്റ് ആണോ, ഹോം മേക്കർ ആണോ, ജോബ് സീക്കർ ആണോ, എംപ്ലോയിഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഹോം മേക്കർ കൊടുത്ത് മുന്നോട്ട് പോവാണ്. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, IFSC കോഡ് എല്ലാം കറക്റ്റായി കൊടുക്കുക. ദെൻ അക്കൗണ്ട് നമ്പർ കൊടുക്കുവാണ്. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് മിസ്റ്റേക്ക് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പ്ലേസാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഏജ് പ്രൂഫാണ്. ഏജ് പ്രൂഫിന് സ്കൂൾ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഏതെങ്കിലും ഒരു പ്രൂഫ് മതി. അപ്പോൾ അത് ഏത് ഡോക്യുമെൻ്റ് ആണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഒപ്പം ഫോട്ടോയും നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഫോട്ടോ നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം ഓൾറെഡി. അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ആർ യു എ പെർമനൻറ്റ് റെസിഡൻറ്റ് ഓഫ് ദി കേരള സ്റ്റേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. യെസ് തന്നെ കൊടുക്കുക. എംപ്ലോയിഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഇവിടെ ഒരു തടസ്സമായി പറയുന്നില്ല, അതുകൊണ്ട് നോ കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും. അവിടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ദെൻ പ്രൊസീഡ് കൊടുക്കുക. അവിടെ ഒരു സാക്ഷ്യപത്രമുണ്ട്. എഗ്രി കൊടുത്തതിന് ശേഷം മൊബൈൽ നമ്പറിലേക്ക് ഗെറ്റ് OTP കൊടുത്ത് OTP വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അക്നോളജ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. അവിടെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്ക് നമ്മൾ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ വീഡിയോ. വളരെ സിമ്പിളാണ്. താങ്ക് യു.